അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മത്സ്യബന്ധനം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് എടുക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് ദയവായി ഈ ഭാഗം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മാതൃകാ മത്സ്യഗ്രാമം. ഓക്കെ, അപ്പോൾ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. തിരിച്ചും ചോദിക്കാം, ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നത്? അപ്പോൾ ഏത് പറയും? ഫിഷറീസ് വകുപ്പ്. ഓക്കെ, അപ്പോൾ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. ഇനി പറയുന്നു, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യഗ്രാമം കുമ്പളങ്ങിയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യഗ്രാമമാണ് കുമ്പളങ്ങി. നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയെന്ന് ഓർത്താൽ മതി. അതിൽ അവൻ മീൻ പിടിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തൊന്ന് ഓർത്താൽ മതി. അപ്പം കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. ഓക്കെ, ഇനി പറയുന്നു, ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഓക്കെ, ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഓക്കെ, എറണാകുളം മറക്കരുത്. ഓക്കെ, അപ്പോൾ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഓക്കെ, ഒരു നെല്ലും ഒരു മീനും ഏത് വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്? കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്നുള്ളത്. പിന്നെ പറയുന്നു, ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള, അതും കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി തന്നെയാണ്. എന്താണ്? ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ഓക്കെ, അപ്പോൾ ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ഇനി പറയുന്നു, കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഓക്കെ, അപ്പോൾ എന്താണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടാണ്. അപ്പം ഓക്കെ, ഒന്നുകൂടെ പറയാം. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഇനി പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ലയാണ് ആലപ്പുഴ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണെന്ന് ഓർക്കുക. അതുകൊണ്ടാണെന്ന് ഓർക്കുക. ഓക്കെ, ജസ്റ്റ് കോഡിന് പറയുന്നതാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അത്ര ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. ഓക്കെ, മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യഗ്രാമമാണ് കുമ്പളങ്ങി. ഓക്കെ, കുമ്പളങ്ങി. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഓക്കെ, ഒരു നെല്ലും ഒരു മീനും. ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ഓക്കെ, കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഓക്കെ, ഇനി പറയുന്നു, കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്രമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ്? കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. പിന്നെ പറയുന്നു, കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്ര? 14 ആണ്. ഓക്കെ,
നമ്മളിങ്ങനെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർക്കുക. കേരളത്തിൽ മൊത്തം 14 ജില്ലകളാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഉണ്ടെന്ന് ഓർത്താൽ മതി. ശരിക്കും അങ്ങനെയല്ല, ഓക്കെ, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. കേരളത്തിൽ മൊത്തം 14 ജില്ല, അതുകൊണ്ട് 14 തുറമുഖം എന്ന് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇനി പറയുന്നു കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1980. ഓക്കെ, കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷമാണ് 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1988. അതായത് കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്ന 1980 പറഞ്ഞു. അതിന് ശേഷം 8 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം. അത് 1988. അതുപോലെ തന്നെ സെബി SCBI അതും നിലവിൽ വന്നത് 1988 തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. അതുപോലെ തന്നെ സെബി നിലവിൽ വന്നതും 1988. ഇനി പറയുന്നു ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. ഓക്കെ, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. ഓക്കെ, അപ്പോൾ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. ഓക്കെ, നീണ്ടകര. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൊച്ചിയിലാണ്. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. അത് വിഴിഞ്ഞത്താണ്. ഓക്കെ, ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. അത് വിഴിഞ്ഞത്താണ്. അതിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഇതുവരെ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ എന്താണ്? കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. ഓക്കെ, കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 14. കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1980. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. അത് വിഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ. അത് വിഴിഞ്ഞത്താണ്. അത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ. അത് വിഴിഞ്ഞം. അപ്പം ആദ്യമായിട്ട് ഇറക്കുന്ന ആംബുലൻസ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇറക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അതൊരു മറൈൻ ആംബുലൻസ് ആണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ കാണുമല്ലോ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഇറക്കിയത് പ്രതീക്ഷ, അത് വിഴിഞ്ഞത്ത്. പിന്നെ കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസ് പ്രത്യാശ. കാര്യം നമ്മൾ ആദ്യമായിട്ട് ഇറക്കിയത് പ്രതീക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ സക്സസ് ആയി. ഇനിയൊരു പ്രത്യാശയെ കാണത്തുള്ളൂ. ഓക്കെ, അത് ഇറക്കിയത് എവിടെയാണ്? വൈപ്പിലാണ്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രത്യാശ. അത് വൈപ്പിലാണ്. കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് കാരുണ്യ. അത് ബേപ്പൂർ. ഓക്കെ, അപ്പം പ്രതീക്ഷ കഴിഞ്ഞു, പിന്നെ നമുക്കൊരു പ്രത്യാശ ഉണ്ടായി. അപ്പോൾ പ്രത്യാശയും കൂടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ആംബുലൻസ് സക്സസ് ആണ്, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പം മൂന്നാമത്തെ ആംബുലൻസ് സർവീസാണ് കാരുണ്യ ബേപ്പൂർ. അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് കാരുണ്യ. അത് ബേപ്പൂരിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ, വിഴിഞ്ഞം. കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രത്യാശ, വൈപ്പിൻ. കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് കാരുണ്യ. അത് ബേപ്പൂർ. ഇനി പറയുന്നു മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ്. ഓക്കെ, ചെക്ക് ആൻഡ് ഈറ്റ് അതായത് ചെക്ക് ചെയ്യുക എന്നിട്ട് കഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്? മത്സ്യങ്ങളിൽ അമോണിയ അതുപോലെ തന്നെ ഫോർമാലിൻ അതുപോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ആര് വികസിപ്പിച്ചാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റ്. അഥവാ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റിൻ്റെ പേരാണ് ചെക്ക് ആൻഡ് ഈറ്റ്. നമ്മൾ അമോണിയോ ഫോർമാലിനോ ആ മത്സ്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശത്തിൽ ഇറക്കിയ ഒരു കിറ്റിൻ്റെ പേരാണിത്. ഓക്കെ,
അതുപോലെ തന്നെ മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും അതുപോലെ തന്നെ കേരള സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. ഓക്കെ, CIF ടെസ്റ്റ് കിറ്റ് എന്താണ്? മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി, അഥവാ മത്സ്യങ്ങളിൽ എന്തെങ്കിലും മായമുണ്ടോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല, അപ്പോൾ അതിൽ എന്തെങ്കിലും മായമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും അതോടൊപ്പം തന്നെ കേരള സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ അങ്ങനെ CIF അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ CIF ടെസ്റ്റ് കിറ്റ്. അപ്പോൾ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ, അത് വിഴിഞ്ഞത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രത്യാശ, അത് വൈപ്പിനിലാണ്. കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് കാരുണ്യ, അത് ബേപ്പൂർ. അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ്. അതുപോലെ തന്നെ മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും അതുപോലെ തന്നെ കേരള സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. ഓക്കെ, CIF ടെസ്റ്റ് കിറ്റ്. ഇനി പറയുന്നു, കേരളത്തിലെ ആദ്യത്തെ പൊമ്പാനോ അഥവാ വറ്റ മത്സ്യം അഥവാ ഉണക്ക മത്സ്യം ഹാച്ചറി എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ പൊമ്പാനോ അഥവാ വറ്റ മത്സ്യം അഥവാ ഉണക്കമീൻ, ഓക്കെ, അതിൻ്റെ ഹാച്ചറി എവിടെയാണുള്ളത്? കൊടുങ്ങല്ലൂരിലാണ്. രാജ്യത്തെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്ത് കേന്ദ്രം, ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഓർത്തോണേ, കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞത്താണ്. അതായത് കൃത്രിമമായി മത്സ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, അതാണ് എവിടെ? വിഴിഞ്ഞത്ത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേന്ദ്രമാണത്. ഓക്കെ, ഇനി പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത്? എവിടെയാണ്? ഒടയത്താണ്. ഒടയം. തിരുവനന്തപുരം ജില്ലയിലെ ഒടയം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? പുതിയങ്ങാടിയിലാണ്. പുതിയങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? പുതിയങ്ങാടിയിലാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ മെഗാ സീ ഫുഡ് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? മെഗാ സീ ഫുഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് അവിടെ എന്ത് തരം മത്സ്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കിട്ടും. ഓക്കെ, അത് എവിടെയാണ് ആരംഭിച്ചത്? അത് ഏത് കോർപ്പറേഷൻ്റെ കീഴിലാണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്? അഥവാ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. എന്താണ്? സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രമാണ് പുതിയങ്ങാടിയിൽ. സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റാണ് ചെക്ക് ആൻഡ് ഈറ്റ്. അതുപോലെ തന്നെ മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും കേരള സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റാണ് CIF ടെസ്റ്റ് കിറ്റ്. നമ്മളിത് വീണ്ടും വായിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വീണ്ടും വായിക്കുന്നതനുസരിച്ച് നമ്മുടെ തലയിലോട്ട് നല്ല രീതിയിൽ കയറും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. കേരളത്തിലെ ആദ്യ പൊമ്പാനോ അഥവാ വറ്റ മത്സ്യം അഥവാ ഉണക്കമീൻ ഹാച്ചറി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ. അതുപോലെ തന്നെ രാജ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്ത് ഉൽപ്പാദന കേന്ദ്രം വിഴിഞ്ഞത്താണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ഒടയം എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രം പുതിയങ്ങാടിയിലാണ്. സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച എല്ലാം ഒന്ന് വേഗത്തിൽ സ്പീഡ് വായിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ, കണ്ണടച്ചിരിക്കുക. അവിടുത്തെ ഞാൻ വായിക്കും. അപ്പം ഞാൻ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലുണ്ടോ എന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഞാനിത് ആദ്യം തൊട്ട് മൊത്തം വായിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചതെല്ലാം നമ്മളൊന്ന് നോക്കുകയാണ്. മത്സ്യബന്ധനത്തിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് എടുത്തത്. പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും കൂടിയായിട്ടുള്ള PDF ഒറ്റ PDF ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ലഭ്യമാകും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, KPC ഡ്യൂഡ് എന്നാണ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ തുടങ്ങാം. മത്സ്യഗ്രാമങ്ങളുടെ, ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക, കണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലയിൽ എത്രത്തോളം ഓർമ്മ നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ. അപ്പോൾ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മാതൃകാ മത്സ്യഗ്രാമം. ഓക്കെ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യഗ്രാമം ഏതാണ്? ഞാനൊരു കോഡൊക്കെ പറഞ്ഞിരുന്നു. ഏതാണ്? കുമ്പളങ്ങി. ഓക്കെ, കുമ്പളങ്ങിയാണ്. അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ്. ഏതാണ്? ഉൾനാടൻ മത്സ്യസമ്പന്നത. ഉൾനാട്ടിലാണല്ലോ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നെൽകൃഷി നടക്കുന്ന പാടത്തിൻ്റെ സൈഡിലേക്ക് കായലുകളൊക്കെ കാണും. അപ്പോൾ കായലുകളിൽ മീനും കാണും. അപ്പോൾ ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പ് പദ്ധതി ഏതാണ്? ജനകീയമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും കൊണ്ടുവരിക. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കാനുള്ള കേരള ഫിഷറീസ് വകുപ്പ് പദ്ധതി ഏതാണ്? മുറ്റത്തൊരു മീൻതോട്ടം. ഓക്കെ, മുറ്റത്തൊരു മീൻതോട്ടം. കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? തീരദേശ മേഖലയെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. ഓക്കെ, തീരമൈത്രി. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, ആലപ്പുഴ. കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ്? കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. ആ പേരിൽ തന്നെ ഉള്ളു. കാര്യം എന്താ? തീരദേശ മേഖലയുടെ സമഗ്രമായ വികസനമാണല്ലോ നടപ്പാക്കുന്നത്. അപ്പോൾ ആ വകുപ്പിൻ്റെ പേരെന്താണ്? കോർപ്പറേഷൻ്റെ പേരെന്താണ്? അഥവാ എന്താണ്? കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പറയാമോ? നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒരു കോഡിന് വേണ്ടി മാത്രം പറഞ്ഞു. കേരളത്തിൽ മൊത്തം 14 ജില്ലകളുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ തുറമുഖം വെച്ചുണ്ടെന്ന് ഓർക്കുക. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം എത്രയാണ്? 14. അതുപോലെ തന്നെ കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം 1980. ഓക്കെ, 1980. അതുപോലെ തന്നെ കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ പറഞ്ഞു അന്ന് തന്നെയാണ് SCBI നിലവിൽ വന്നത്. അതേ വർഷവും നമ്മൾ പറഞ്ഞു. എപ്പോഴാണ്? 1988. ഓക്കെ, 1988 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? നീണ്ടകരയിലാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, കൊച്ചി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഏറ്റവുമുള്ള ജില്ലയാണല്ലോ എറണാകുളം. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് ആദ്യമായിട്ട് ഇറക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷ കാണുമല്ലോ. ഓക്കെ, വിഴിഞ്ഞത്താണ്. എന്താണ് ആംബുലൻസ് സർവീസിൻ്റെ പേര്? പ്രതീക്ഷ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസാണ് പ്രതീക്ഷ, വിഴിഞ്ഞം. കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസ് എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ, അത് വൈപ്പിൻ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസിൻ്റെ പേരാണ് പ്രത്യാശ, അത് വൈപ്പിൻ. ഇപ്പോൾ പ്രതീക്ഷ കഴിഞ്ഞ് പ്രത്യാശ കഴിഞ്ഞ് ഇനി ധൈര്യത്തോടെ കാരുണ്യ പ്രവർത്തനം ചെയ്യാം. അതുകൊണ്ട് കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസിൻ്റെ പേരെന്താണ്? കാരുണ്യ, അത് ബേപ്പൂരാണ്. ഓക്കെ, കാരുണ്യ, ബേപ്പൂർ. പിന്നെ നമ്മൾ പറഞ്ഞു മത്സ്യങ്ങളിൽ അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റിൻ്റെ പേരാണ് ചെക്ക് ആൻഡ് ഈറ്റ്. ഓക്കെ, ചെക്ക് ഇൻ ഈറ്റ്. എന്താണ്? മത്സ്യങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റിൻ്റെ പേരാണ് ചെക്ക് ആൻഡ് ഈറ്റ്. അതുപോലെ തന്നെ ഇതേ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും കേരള സർക്കാരും കൂടി ചേർന്ന് മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കിറ്റ് ആരംഭിച്ചിരുന്നു. അതിൻ്റെ പേരെന്താണ്? ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്താണ്? CIF ടെസ്റ്റ് കിറ്റ്. എന്താണ്? CIF ടെസ്റ്റ് കിറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ പൊമ്പാനോ അഥവാ വറ്റ മത്സ്യം അഥവാ ഉണക്കമീൻ ഹാച്ചറി നിലവിൽ വന്നത് കൊടുങ്ങല്ലൂരിലാണ്. ഓക്കെ, കൊടുങ്ങല്ലൂരിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പൊമ്പാനോ വറ്റ മത്സ്യം അഥവാ ഉണക്കമീൻ ഹാച്ചറി എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. അതുപോലെ തന്നെ രാജ്യത്തെ അഥവാ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൃത്രിമ മത്സ്യ പ്രജനന വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? വിഴിഞ്ഞത്താണ്, വിഴിഞ്ഞം. ഓക്കെ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷ്യസ് അഥവാ പലതരത്തിലുള്ള മീനുകളുടെ ഫിഷ് ഹാച്ചറി നിലവിൽ വരുന്നത് എവിടെയാണ്? ഒടയത്താണ്, ഒടയം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിൽ
എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി നിലയിൽ വരുന്നത്? ഒടയം. ഓക്കെ, ഒടയം. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? പുതിയങ്ങാടിയാണ്. ഓക്കെ, പുതിയങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്ത് ഉൽപ്പാദന കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയങ്ങാടിയാണ്. സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ ഏത് സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്? പള്ളിപ്പുറം. ഓക്കെ, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് മെഗാ സീ ഫുഡ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.